CPM എന്ത് തോന്നിയാസം ചെയ്താലും ജനങ്ങൾ ഞെട്ടില്ല. കാരണം ജനങ്ങൾക്ക് ശീലമായി. CPM എന്ന് പറയുന്നത് തട്ടിപ്പുകാരുടെ പാർട്ടിയാണ്, CPM എന്ന് പറയുന്നത് കൊള്ളക്കാരുടെ പാർട്ടിയാണ്, CPM എന്ന് പറയുന്നത് കോഴക്കാരുടെ പാർട്ടിയാണ്, CPM എന്ന് പറയുന്നത് അഴിമതിക്കാരുടെ പാർട്ടിയാണ്. ഇപ്പോഴിതാ കുതിരക്കച്ചവടം, കേരളത്തിൽ കുതിരക്കച്ചവടം തുടങ്ങിയത് CPM ആണ് എന്ന് തെളിവുകൾ സഹിതം മലയാള മനോരമ പുറത്തുവിട്ട വാർത്തയാണ് കേട്ടോ. സഖാക്കന്മാരെ, ഇതാ ഉളുപ്പുണ്ടെങ്കിൽ, അത്യാവശ്യം ഉളുപ്പുണ്ടെങ്കിൽ CPM നിന്ന് രാജിവെച്ച് പുറത്തു പോവുകയാണ് സഖാക്കന്മാർ ചെയ്യേണ്ടത് കേട്ടോ. ഇങ്ങനൊരു പാർട്ടിക്കാരാണ് പറയുന്നത്. ഇന്നലെ വരെ നിങ്ങളെ കഴിച്ചു ഉണ്ണിക്കൊണ്ട് എന്താ വിളിച്ചത്? അമ്പലക്കള്ളൻ 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 എന്ന് വിളിച്ചപ്പോൾ തലയിൽ തോർത്ത് കൊണ്ടിട്ട് പോവുകയായിരുന്നു നിങ്ങൾ. ഇപ്പോ കുതിര കച്ചവടക്കാർ അല്ലേ? ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് 50 ലക്ഷം കൊടുക്കാലോ? കരുവന്നൂരിന്ന് കൈയിട്ട് വാരിയ പൈസയില്ലേ? കരുവന്നൂരിൽ നിന്ന് സാധാരണക്കാരുടെ നിക്ഷേപം കൈയിട്ട് വാരിയ മെയ്ദീനെ പോലെ അല്ലെങ്കിൽ അതുപോലുള്ള സഖാക്കന്മാരുടെ എത്ര നാണം കെട്ട കഥകളാണ് നമ്മൾ കേട്ടതല്ലേ? ഞാൻ അധികം വിശദീകരണത്തിൽ കടക്കുന്നില്ല. ഈ വാർത്ത കൂറുമാറാൻ CPM കോഴയെന്ന് ആരാ പറയുന്നത്? ലീഗ് സ്വതന്ത്രന്റെ ശബ്ദരേഖ. ലീഗ് സ്വതന്ത്രൻ അദ്ദേഹത്തിന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കൂറുമാറി വോട്ടിന് ശേഷം രാജി. അതിനുശേഷം അങ്ങനെ രാജിവെച്ച് പോവുകയും ചെയ്തു. വെളിപ്പെടുത്തലിൽ വിജിലൻസ് അന്വേഷണം, വിജിലൻസ് അനിലക്കര ഇക്കാര്യം വിജിലൻസിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വിജിലൻസ് എന്ന് പറഞ്ഞാൽ ആരുടെ വിജിലൻസ് ആണ്? വിജിലൻസ് എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ വിജിലൻസ് ആണ്. അപ്പോൾ വിജിലൻസിന്റെ അന്വേഷണം ഏത് രീതിയിലൊക്കെ പോകുന്നൊക്കെ നമുക്കറിയാം. എന്തായാലും നമ്മൾ ആ സത്യം അറിഞ്ഞിരിക്കുന്നു. കാരണം ശബ്ദരേഖ നമുക്ക് മുമ്പിലുണ്ട് കേട്ടോ. വാർത്ത ഇങ്ങനെയാണ്. ശശികുമാർ കൊയ്ക്കാടത്തിന്റെ വാർത്തയാണ്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ കൂറുമാറി LDF വോട്ട് ചെയ്ത ലീഗ് സ്വതന്ത്രൻ അതിന് 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു എന്ന് പറയുന്ന ഫോൺ സംഭാഷണം പുറത്ത്. 2 ഓപ്ഷനാണ് CPM വെച്ചിരുന്നത്. 2 ഓപ്ഷൻ കൊടുത്തിരുന്നു. എന്താണെന്നറിയോ? ഒന്നുകിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആവാം, അല്ലെങ്കിൽ 50 ലക്ഷം രൂപ സ്വീകരിച്ച് LDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് നൽകാം. മനസ്സിലായില്ലേ? ഒന്നുകിൽ ഈ സ്വതന്ത്ര ലീഗ് അംഗത്തോട് പറഞ്ഞാണ്, ഒന്നുകിൽ നിങ്ങളെ പ്രസിഡന്റ് ആക്കാം, അല്ലെങ്കിൽ ഞങ്ങളെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം, അതിനു വേണ്ടിയിട്ട് 50 ലക്ഷം രൂപ ഞങ്ങൾ തരും. ഇതാണ് ഇവരുടെ ഓഫർ. 50 ലക്ഷം വാങ്ങി ലൈഫ് സെറ്റിൽ ചെയ്യാനാണ് എന്റെ തീരുമാനം. അങ്ങനെയാണ് മൂപ്പര് ഈ ഫോൺ സംഭാഷണത്തിൽ പറയുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തപ്പോൾ ഏതായാലും ഈ CPMന്റെ കൂടെ പ്രസിഡന്റ് ആയിരിക്കുന്നതിനേക്കാൾ നല്ലത് 50 ലക്ഷം രൂപയും വാങ്ങി പോകുകയാണ് എന്ന് ഈ സ്വതന്ത്ര ലീഗ് അംഗം തീരുമാനിക്കുന്നു. 50 ലക്ഷം വാങ്ങി ലൈഫ് സെറ്റിൽ ചെയ്യാനാണ് എന്റെ തീരുമാനം. വടക്കാഞ്ചേരി ബ്ലോക്ക് തളി ഡിവിഷനിൽ നിന്ന് വിജയിച്ച EU ജാഫറിനാണ് കേട്ടോ ഈ വാഗ്ദാനം നൽകിയത്. EU ജാഫർ കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റ് AA മുസ്തഫയോട് നടത്തിയ വെളിപ്പെടുത്തലാണ് പുറത്തായത്. അപ്പൊ വരവൂർ മണ്ഡലം പ്രസിഡന്റ് AA മുസ്തഫയോട് നടത്തിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് തലേന്നായിരുന്നു സംസാരം. പരാതി ലഭിച്ചതിനെ തുടർന്ന് വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തുടർന്ന് വാർത്ത പറയുന്നു, LDFനും UDFനും 7 വീതം അംഗങ്ങൾ ഉണ്ടായിരുന്ന ബ്ലോക്ക് പഞ്ചായത്തിൽ ജാഫർ കൂറുമാറി വോട്ട് ചെയ്തതിനെ തുടർന്ന് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ LDF വിജയിച്ചിരുന്നു. അപ്പോൾ 50 ലക്ഷത്തിന് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. എവിടെയൊക്കെ ഈ മാതിരി CPMകാർ പണം കൊടുത്ത്, കാരണം പണം ഇങ്ങനെ ദൂർത്തടിക്കാൻ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള നെറികേട് ചെയ്യാനും CPM പണമുണ്ട്. ഏത് പണം? അഴിമതിയിലൂടെ തട്ടിയെടുക്കുന്ന പണം. ഇത്രമാത്രം അധപ്പതിച്ചൊരു പാർട്ടി നമ്മൾ ബംഗാളിലൊക്കെ എങ്ങനെയാണ് കുറ്റിയേറ്റ് പോയത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? മരിച്ചാപ്പി സംഭവവും അല്ലെങ്കിൽ സെയിൻബാരി സംഭവം ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതൊക്കെ കൂട്ടക്കൊലകളൊക്കെ ആയിരുന്നു. ഇപ്പൊ കൊലകൾക്കപ്പുറം മറ്റു പല തെണ്ടിത്തരങ്ങളും നാളിത്തരങ്ങളും ചെറ്റത്തരങ്ങളും അതിന്റെ അപ്പുറത്ത് വാക്കുകളില്ല. അതുകൊണ്ടാണ് പറയാൻ എനിക്ക് ചെളിപ്പാണ്. ഒരു പാർട്ടി ഈ വിധം അധപ്പതിച്ച പാർട്ടി, അതല്ല മനസ്സിലാവാത്തത്. എന്നിട്ടും ഈ പാർട്ടിയോട് എന്താ പറയാ, അടിബദ്ധ മനോഭാവത്തോടെ എന്തു പറഞ്ഞാലും എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഛർദ്ദിക്കുന്നതും ഗോവിന്ദൻ ഛർദ്ദിക്കുന്നതും ഇതൊക്കെ നക്കി തിന്നുന്ന ഇവിടുത്തെ ഈ താഴെക്കടയിലുള്ള ഈ CPM വിശ്വാസികളെ കാണുമ്പോഴാണ് എനിക്ക് അറപ്പ് തോന്നുന്നത്. അറപ്പാണ് നിങ്ങളെ കാണുമ്പോ. അല്ല, നിങ്ങൾ പറ ഇങ്ങനെ ഇത്രയും വൃത്തികെട്ട പാർട്ടി ലോകത്ത് വേറെ ഉണ്ടാവോ? അതിന്റെ ബാക്കി നീ കേൾക്കണം. നിങ്ങൾ പണം ലഭിച്ചാൽ രാജിവെച്ച് രാഷ്ട്രീയം അവസാനിപ്പിക്കാമെന്നും പറയുന്നുണ്ട് ഈ സംഭാഷണത്തിൽ.
31 വോട്ടിനാണ് ജാഫർ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട UDF-ലെ PI ഷാനവാസാണ് ഫോൺ സംഭാഷണം പുറത്തുവിട്ടത് കേട്ടോ. ഇത് ജാഫർ താനുമായി സംസാരിച്ചത് തന്നെയാണ് എന്ന് മുസ്തഫയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആരോടാണോ വിളിച്ചു പറഞ്ഞത് മുസ്തഫയും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് ജാഫർ ഞാനുമായി സംസാരിച്ചതാണ് എന്ന്. എന്നാൽ ഫോണിലൂടെ തമാശ രൂപേണ പറഞ്ഞ കാര്യങ്ങളാണ് അത് എന്നാണ് ജാഫറിന്റെ വിശദീകരണം. അല്ല പിന്നെ ജാഫർ പറയും, അല്ലാതെ ജാഫർ പറയില്ലല്ലോ എനിക്ക് ഈ സംഭാഷണം വളരെ വളരെ സ്വാഭാവികമായ അല്ലെങ്കിൽ സത്യസന്ധമായ സംഭാഷണമാണെന്ന് ജാഫർ പറയൂ? ഇല്ലല്ലോ. അപ്പൊ ജാഫർ പറഞ്ഞു ഞാൻ തമാശക്കാണല്ലോ ഒരാൾ സംസാരിക്കുക, ഞാൻ കൂറുമാറി വോട്ട് ചെയ്ത് 50 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടാണ് കൂറുമാറി വോട്ട് ചെയ്തത് എന്ന് ഒരാൾ തമാശക്ക് പറയൂ? ഇല്ലല്ലോ. അപ്പൊ ജാഫർ എങ്ങനെയാണ് പറയുന്നത്? KPCC ജനറൽ സെക്രട്ടറി അനിൽ അക്കര DGPക്കും വിജിലൻസ് ഡയറക്ടർക്കും നൽകിയ പരാതിയിലാണ് അന്വേഷണം ആരംഭിച്ചത്. ഫോൺ സംഭാഷണം കേൾക്കാൻ QR കോഡ് സ്കാൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് QR കോഡ് കൊടുത്തിട്ടുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫോൺ സംഭാഷണം കേൾക്കാം. ഇനി 15 വർഷമായി LDF ഭരണം, ഈ ബ്ലോക്ക് പഞ്ചായത്ത് 15 വർഷമായി LDF ഭരണത്തിലാണത്രേ. ആ വാർത്ത ഇങ്ങനെയാണ്. 2010 മുതൽ 15 വർഷമായി LDF ഭരണത്തിലാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത്. 2020 13 സീറ്റുകളിൽ 11 LDF നേടിയ ഇടത്താണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 13-ൽ 11 LDF നേടിയ ഇടത്താണ് ഇത്തവണ LDF-നും UDF-നും തുല്യനില ആയത്. ഇതാണ് ഭരണം നിലനിർത്താൻ കുതിരക്കച്ചവടത്തിന് വഴിവെച്ചത് എന്നാണ് നിഗമനം. അപ്പോൾ കഴിഞ്ഞ 15 വർഷം ബ്ലോക്ക് പഞ്ചായത്ത് ഭരിച്ച CPM-ന് ഇത്തവണ അറിയാം, ഇത്തവണ അടിതെറ്റി അല്ലെങ്കിൽ അടിതെറ്റി എന്നൊന്നും പറയാം, മൂടോടെ ഇവിടുത്തെ ജനങ്ങൾ പിഴുതെറിഞ്ഞു. പിണറായി ഭരണം ഇനി വേണ്ട എന്നുള്ളതിന്റെ സൂചന. അപ്പോഴാണ് ജനങ്ങൾ എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾ കുതിരക്കച്ചവടത്തിന്റെ ആശാന്മാരാണ് തങ്ങളെന്ന് CPM പറയുകയാണ്. എന്നിട്ടാണ് ഇവർ പറയുന്നത് കുതിരക്കച്ചവടം, BJP കുതിരക്കച്ചവടം നടത്തുന്നു, കോൺഗ്രസ് കുതിരക്കച്ചവടം നടത്തുന്നു. ഇപ്പതാ ഏതുപോലെ സ്വർണം ഭഗവാന്റെ സ്വർണം മുഴുവൻ കൊള്ളയടിച്ച് കട്ടുകൊണ്ടുപോയി അല്ലേ, കട്ടുകൊണ്ടുപോയി ജയിലിൽ കിടക്കുവാൻ പറയാണല്ലോ ഞങ്ങളല്ല മറ്റൊരാണെന്ന്. ഞങ്ങളല്ല കോൺഗ്രസ് ആണ്, കോൺഗ്രസ് ആണ് എന്ന്. എന്റെ മക്കളെ, ഇനി ഇതിന്റെ ഇതിന്റെ നല്ല ഒരു കാർട്ടൂൺ ഉണ്ട്. LDF ഇങ്ങനെ ഓടി പിന്നാലെ UDF ഓടി വരുമ്പോ നമ്മുടെ ബ്ലോക്ക് ചെയ്യുന്നു. ആര് മെമ്പർ ഈ തലയിൽ സൂട്ട് കേസ് ഒക്കെ ഉണ്ട്, തലയിൽ സൂട്ട് കേസ് 50 ലക്ഷത്തിന്റെ സൂട്ട് കേസ് തലയിൽ വെച്ചിട്ട് ഓടി വരുന്ന UDF-നെ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പുറത്തേക്ക് ട്രോഫി അടിച്ചെടുക്കുന്നു ചുവന്ന കുപ്പായമിട്ട നമ്മുടെ സഖാവ്. ഇനി വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്താണ് എന്ന് അക്കമിട്ട് പറയുന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് വളരെ വളരെ എന്താ പറയാ ബ്രീഫായിട്ട് കൊടുത്തിരിക്കുന്നു. ഒന്നാമത്തത് LDF-നും UDF-നും 7 വീതം അംഗങ്ങൾ. ഈ പഞ്ചായത്തിലെ സ്ഥിതിയാണ്. LDF-നും UDF-നും 7 വീതം അംഗങ്ങൾ. ജാഫർ മുസ്ലിം ലീഗ് സ്വതന്ത്രൻ, UDF-ന്റെ ഭാഗം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അല്ലെങ്കിൽ 50 ലക്ഷം രൂപ CPM ഓഫർ ചെയ്തു എന്ന് ജാഫർ സുഹൃത്തിനോട് ഫോണിൽ പറയുന്നു. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജാഫർ കൂറുമാറി LDF-ന് വോട്ട് ചെയ്യുന്നു. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജാഫർ എത്താതിരുന്നതോടെ അതും LDF-ന് ലഭിക്കുന്നു. ഒരു സ്പെഷ്യൽ ഓഫർ ജാഫർ അങ്ങോട്ടും വെക്കുന്നു. ഏതായാലും പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് 50 ലക്ഷം വാങ്ങി, അതിന്റെ കൂടെ മൂപ്പര് ഏതായാലും വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മൂപ്പര് ഒഴിഞ്ഞു നിന്നു. അപ്പോൾ അതും LDF-ന് കിട്ടി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം ജാഫർ രാജിവെക്കുന്നു. അവസാനം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം ജാഫർ രാജിവെക്കുന്നു.